അതെ. അതാ അച്ഛൻ നായകൻ വണ്ടി ഓടിക്കുകയായിരുന്നു, സ്റ്റാർട്ടാക്കി വെച്ചതായിരുന്നു. അപ്പൊ അതാ എത്തിയിരിക്കുന്നു നായകൻ. അങ്ങോട്ട് വരാന്ന് വിചാരിച്ചിട്ടായിരുന്നു. നമ്മള് ഗുരുവായൂർ പോവാണ്. അതെ അതെ വിശേഷം എന്താന്ന് വെച്ചാല് അമ്മയുടെ പിറന്നാളാണ് കേട്ടോ. അതെ. അപ്പൊ ഞങ്ങൾ എല്ലാരും ഒന്ന് ഗുരുവായൂർ പോയിട്ട് വരാന്ന് വിചാരിച്ചു. അതെ. കുട്ടൂന് അമ്പലത്തിൽ ആളെ കിട്ടിയില്ല, അതുകൊണ്ട് കുട്ടു വരുന്നില്ല. അതെ അമ്മായി ഉണ്ട്. അതെ അതെ അമ്മായി ഉണ്ട്. എല്ലാവരും അമ്മായി എന്താ കൊണ്ടാവാത്ത നമ്മളന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ പോയത്. അപ്പൊ എല്ലാരും ചോദിച്ചു. അപ്പൊ ഇങ്ങനെ പരാതിയൊക്കെ തീർത്തിട്ടാളെ നമ്മള് കാറില് കൊള്ളുള്ളൂ. അതെ നമുക്ക് പോവാം. വരാത്തതാണ്. കഴിക്കുമ്പോ വന്നുവോ? എന്നാ പോവാ. എവിടെ എത്തിയ? ആ ഗുരുവായൂർക്ക് പോവാൻ എത്തി. അതെ അതെ. മഞ്ജുളാൽ, ഇതാണ് മഞ്ജുളാൽ. ഇതാ മഞ്ജുളാൽ. എന്താ പറഞ്ഞേ? ആ മുത്തശ്ശിയുടെ പിറന്നാളാണ്. ആ മുത്തശ്ശിയുടെ പിറന്നാളായിട്ട് നമ്മളപ്പോ തൊഴാൻ വന്നല്ലേ. മുത്തശ്ശി ഊണ് കഴിക്കാൻ പോവാ. നമുക്ക് കാണാം. അതെ അതെ കുളിക്കണം, അമ്പലത്തിൽ തൊഴണം. അതെ കുറച്ച് ഹറിബറിയാണ്. അതെ കുറച്ചു നേരം വൈകി. അങ്ങനെ കിഴക്കേ നടയിലുള്ള ബ്രാഹ്മണ സമൂഹ മഠത്തിൽ എത്തിയിട്ടോ. ഇവിടുന്നാണ് നമ്മൾ ചില സമയങ്ങളിൽ ഇവിടെ വരുമ്പോഴൊക്കെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാറുള്ളത്. പ്രസാദൂട്ട് തന്നെയാണ്. രാവിലെ 2 ദോശ കഴിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. അതുകൊണ്ട് 2 അല്ല 1 ദോശ കഴിച്ച് ഇറങ്ങിയതാണ്. അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, എന്താ ഇല വരാത്ത എന്നുള്ള കാര്യം. കുഞ്ഞാവയൊക്കെ അങ്ങോട്ട് അറ്റത്തേക്ക് ഇരിക്കുകയായിരുന്നു. കുഞ്ഞാവയ്ക്ക് ഇത്തവണ ഒരു ഇലയിൽ അങ്ങോട്ട് ഇരുന്ന് ചോറുണ്ണാം എന്നുള്ളൊരു കമ്പം കയറി തോന്നുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ വന്നിട്ട് ചോറും അതുപോലെ തന്നെ ഉപ്പിലിട്ടതും ഉപ്പേരിയും എന്ന് വെച്ചാൽ മെഴുക്കുവരട്ടിയായിരുന്നു. ഉപ്പേരി ഉണ്ടായിരുന്നു, എരിശ്ശേരി ഉണ്ടായിരുന്നു, പിന്നെ എന്താ ഇഞ്ചിത്തൈര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പായസം എന്ന് ഇവിടെ താഴെ സപ്താഹ വായന നടക്കണതുകൊണ്ട് തന്നെ ഇന്നൊരു സദ്യയായിട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പപ്പടം, രസം ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മുഖത്ത് മാറി മറിയുന്ന മുഖഭാവങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം രുചി ഉണ്ടായിരുന്നു ഇന്നത്തെ ഊണിന് എന്നുള്ള കാര്യം. നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിയണത് മുത്തശ്ശി പൊതുവേ ഹോട്ടലുകളിലൊക്കെ കഴിക്കണത് കുറവാണ്, എന്നാലും പുറത്തു പോകുമ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ മുത്തശ്ശിയുടെ ഊണ് മുത്തശ്ശിക്ക് എന്തായാലും സന്തോഷമായിട്ടുണ്ടായിരുന്നു. പിറന്നാൾ പ്രമാണിച്ച് പോയതല്ലേ ഗുരുവായൂരപ്പനെ കാണാൻ. അതേതായാലും നല്ല ഭംഗിയായിട്ട് അനുഗ്രഹിച്ച് തന്നെ ഗുരുവായൂരപ്പൻ നടത്തി കൊടുത്തിട്ടുണ്ട്. അതിനൊരു ചെറിയ കാരണം ഞാനും കൂടിയാണെന്ന് ഞാൻ എടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനാണ് പറഞ്ഞത് നമുക്ക് ഗുരുവായൂർ പോവാന്ന്. മുത്തശ്ശി കുറേ പേരെ പരിചയപ്പെട്ടൂല്ലേ ഇപ്പം തന്നെ? മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടി എത്തുകയാണ് എല്ലാവരും സെൽഫി എടുക്കാൻ. വരാൻ പോണേയുള്ളൂ. അതെ അതെ 2 ദിവസം ഉണ്ടല്ലോ. അതെ നടന്നോളൂ. ഇനി നമ്മളിവിടുന്ന് നേരെ പോണത് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്കാണ് കേട്ടോ. അവിടെ ചെന്നൊന്ന് റെസ്റ്റ് എടുത്ത് കുളിയും ഡ്രസ് ഇടൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് റെഡി ആയതിനു ശേഷം നമുക്ക് 4 മണിയാകുമ്പോഴേക്കും അമ്പലത്തിലേക്ക് എത്തണം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ കണ്ട കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. മാളും അച്ഛനും ഇങ്ങനെ കൈകോർത്ത് നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എത്ര നാളായിട്ട്. ഈ അമ്പലത്തിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ റെനേ ശ്രീകൃഷ്ണ നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിൽ എത്തി. കാപ്പി കുടിക്കുക? ചായ. മാളു എന്താ കുടിക്കണേ? അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റ് മുണ്ടൊക്കെ എടുത്ത് എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി നമ്മളിത് അമ്പലത്തിലേക്ക് തൊഴാൻ പോവുക. ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ നാൾക്ക് ശേഷം എല്ലാവരും കൂടെ ഒരുമിച്ച് അമ്പലത്തിലൊക്കെ പോയി തൊഴുക എന്നുള്ള സംഭവം, അതും ഗുരുവായൂർ കേട്ടോ. ഇവിടെ കുറേ അധികം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത ഏരിയകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിന്ന ഹോട്ടലും അല്ലെങ്കിൽ നമ്മൾ കഴിക്കണ ഭക്ഷണങ്ങളും അല്ലെങ്കിൽ നമ്മൾ ചെയ്യണ കാര്യങ്ങളൊക്കെ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. അമ്പലം കുറേ ആയിട്ട് കാണിക്കാൻ പറ്റില്ല, കാരണം കുറേ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ.
ഒക്കെ തൊഴുത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കുഞ്ഞാക്ക് ഒരേ വാശി ഈ ഒരു പിങ്കീനെ വേണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പിങ്കീനെ ഞാൻ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിട്ടോ കുട്ടിക്ക്. മാളൂന് കൊടുക്കണില്ല വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മാളൂന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അമ്മുച്ചിട്ട് ഇത് എനിക്ക് വാങ്ങിച്ച് തരുമോ എന്ന് ചോദിച്ചു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മനസ്സ് മാറി, എനിക്കല്ലെങ്കിൽ ബാഗ് എന്തെങ്കിലും മതി, ബാഗ് ആകുമ്പോൾ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാമല്ലോ, അത് കുട്ടികൾക്കല്ലേ പറ്റുള്ളൂ എന്നുള്ള കാര്യം കേട്ടോ. അതിനിടയിൽ പറയാൻ വിട്ടുപോയ കാര്യമാണ്, നമ്മൾ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ നിന്ന് കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. സീരിയൽ സിനിമ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള നടി രശ്മി സോമൻ്റെ അമ്മയൊക്കെ വന്നിട്ട് നമ്മളോട് സംസാരിച്ചു, ഇത് കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട് ആൻറ്റി പരിചയപ്പെടാൻ പറ്റിയതിൽ. അപ്പോൾ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും താങ്ക്സ് പറയുകയാണ് കേട്ടോ. അങ്ങനെ കുറേ അധികം ആൾക്കാരെ കാണാൻ പറ്റി, പരിചയപ്പെടാൻ പറ്റി. ഇതാണ് നമ്മളുടെ ഹോട്ടൽ കേട്ടോ. അവിടെ നിന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ റെനി ശ്രീകൃഷ്ണ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. ഇവരുടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ, പൂന്താനം എന്നാണ്. പൂന്താനം എന്ന് കേട്ടാൽ നമ്മളും പൂന്താനത്തിൻ്റെ നാട്ടിൽ നിന്നാണല്ലോ വരുന്നത്. ആ കുഞ്ഞി തൊട്ടിലുണ്ടോ? എന്താ അത് നല്ലൊരു ഫെസിലിറ്റിയാണ് അല്ലേ. പിന്നെ ബേബി ചെയർ ഉണ്ട്. അതെ അതെ, നമ്മൾ റെനി ശ്രീകൃഷ്ണയുടെ തന്നെ പൂന്താനം റെസ്റ്റോറൻറ്റിലാട്ടോ വന്നിട്ടുള്ളത്. അമ്മ വെരി മാച്ചാണ് സാരിയും ഇവിടുത്തെ ചെയറായിട്ട്. പിന്നെ നമ്മളിന്ന് ഒരു 1:15 ആകുമ്പോൾ ഇവിടെ എത്തി. അതെ, രാവിലെ അവിടെ അമ്പലത്തിലൊക്കെ മുത്തശ്ശിയുടെ പറഞ്ഞാളല്ലേ, അപ്പോൾ അവിടെയൊക്കെ തൊഴുത് കഴിഞ്ഞ് നമ്മൾ അങ്ങനെ 1:15 എത്തിയിട്ട് സമൂഹം മടക്കും. ഉച്ചയ്ക്ക് സദ്യ കഴിച്ചു. ഇനി നമ്മൾ റൂമിലെത്തിയിട്ട് എന്നാ ഡീറ്റെയിൽ ആയിട്ട് പറയാം, കാരണം നമുക്ക് എല്ലാം വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കാമല്ലോ. എന്തായാലും നമ്മളിപ്പോൾ പിന്നെ ചായയോ, ചിലർക്ക് ചായ വേണ്ടത് ടീ ടൈമാണിപ്പോൾ. ഒരാൾക്ക് ചെവിയിൽ ഈ സംഭവം വെക്കാൻ കിട്ടിയതിന്റെ സന്തോഷാണ്. ഇഷ്ടായിയോ? ഇതാരാ വാങ്ങി തന്നേ? അമ്മുച്ചിട്ടാണോ? ഓഹോ, അമ്മുച്ചിട്ട് വെച്ചോക്കി കുഞ്ഞോ. അങ്ങനെ നമ്മൾ വൈകുന്നേര സമയങ്ങളിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞാനും അമ്മയും നടന്ന് ക്ഷീണിച്ചതിൻ്റെ ഭാഗമായിട്ട് 2 കോൾഡ് കോഫിയും അതുപോലെ തന്നെ മാളു വാട്ടർമെലൺ ജ്യൂസും, അച്ഛൻ എന്താ ജ്യൂസ് ഓർമ്മയിട്ടില്ല, പനീർ പക്കോട, ഓണിയൻ പക്കോടയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഇവിടെ റിസപ്ഷൻ ഏരിയ, ലോബി വന്നിട്ടുള്ളത് ഈ ഒരു ഹോട്ടലിൻ്റെ. കുഞ്ഞാവ് വന്നിട്ട് ഹെയർ ബാൻഡ് എനിക്ക് തരണം, അമ്മച്ചിട്ട് ഇത് മതി എന്ന് പറഞ്ഞിട്ട്. മരപ്രഭു കണ്ടു ഇവിടെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടില്ലേ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ. അങ്ങനെ മരപ്രഭുവിൻ്റെ മുന്നിൽ കുഞ്ഞാവയുടെ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളപ്പോഴത്തേക്കും റൂമിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം റൂമിൽ എല്ലാവരും കൂടെ സ്പെൻഡ് ചെയ്ത് ഓരോന്ന് സംസാരിച്ച് കളി ചിരിയും തമാശയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ രാത്രി ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. രാത്രി എപ്പോൾ വിശക്കുകയാണെന്നുണ്ടെങ്കിലും നേരെ താഴെ റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം കേട്ടോ. 24 hours ആണ് ഇവിടുത്തെ റൂം സർവീസ് വന്നിട്ട്. നല്ലൊരു ലക്ഷറി ഫീൽ ആയിട്ടുള്ളൊരു സ്റ്റേ ആയിരുന്നു. പിന്നെ ഗുരുവായൂരപ്പൻ്റെ കുറേ കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഗഡ്ബഡൊന്നും ഇല്ല ഇവിടെ. ഗഡ്ബഡ് കഴിക്കണമെങ്കിൽ നീലേശ്വര തന്നെ പോകണം. റെസ്റ്റോറൻറ്റിലേക്ക് കയറിയ ഞങ്ങളെല്ലാവരും എങ്ങനെയാണ് ഇപ്പോൾ തിരിച്ചാദ്യം റിസപ്ഷനിൽ ആ ലോബിയിൽ ഇരിക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ലേ. അവിടെ കയറിയപ്പോഴേക്കും പൂര തിരക്കായിരുന്നു, അത്യാവശ്യം നന്നായിട്ട് തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ 8 പേരുണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞു എന്ത് ചെയ്തു, നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തോളൂ, എന്തായാലും നമ്മൾ റൂം ഇവിടെ തന്നെയാണല്ലോ, വെയിറ്റ് ചെയ്തോളൂ, എന്നാൽ ഞങ്ങൾ അപ്പോഴത്തേക്കും ഒന്ന് സീറ്റ് മാറിയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യാം, അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ലെമൺ ആൻഡ് കൊറിയാൻഡർ ആയിട്ടുള്ള ഒരു സൂപ്പാണ് കേട്ടോ. എന്തൊരു ടേസ്റ്റാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്നിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ തപ്പി കണ്ടുപിടിച്ചു ടേസ്റ്റ് ചെയ്തിട്ട്. എന്നാൽ പിന്നെ വീട്ടിലുണ്ടാക്കാമല്ലോ. ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ഈ ഒരു ടേസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും റെസിപ്പി ഇടാം കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അമ്മയും പറയാം സൂപ്പറായിട്ടുണ്ട് എന്ന്. ഇവരൊന്നും അധികം സൂപ്പ് കുടിക്കാത്ത ആളാണ്. ഞാനാണ് പിന്നെ എപ്പോഴെങ്കിലും ഷൂട്ടിനോ അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റിങ്ങിനൊക്കെ പോണ സമയത്ത് സൂപ്പൊക്കെ കുടിക്കാറുള്ളത്. ഇവരൊക്കെ അധികം സൂപ്പ് കുടിക്കാത്ത ആൾക്കാരാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല
തിക്കായിട്ട് അധികം സോസും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു ഒതൻറ്റിക് ടേസ്റ്റാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എന്താണെന്നറിയില്ല, ഞാൻ 1/2 പോർഷനാണ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ കഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ അത് പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞാവ് എന്നിട്ട് കഴിച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞാവ് അങ്ങനെ കഴിക്കാത്ത ആളാണ്. കുഞ്ഞാവ് എന്നിട്ട് പറഞ്ഞു ആദ്യം കഴിക്കുന്ന സമയത്ത് ആ മല്ലിയിലയുടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞാവ് പറഞ്ഞു സൂപ്പറായിട്ടുണ്ട് അമ്മച്ചിട്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും ഈ ഒരു സൂപ്പ് മാത്രം കുടിച്ചാൽ മതിയെന്ന് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു, അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കുറച്ചല്ലേ ഉണ്ടായുള്ളൂ. ഇതാണ് പനീർ ചുക്കയാണോ എന്നറിയില്ല, പനീറിൻ്റെ എന്തോ ഒരു ഡിഷ് തന്നെയാണ് കേട്ടോ. ഇത് ഇവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡിഷ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 2 ഡിഷുകൾ ഞാനിത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പനീറിൻ്റെ വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അധികം മസാലകളൊന്നുമില്ല, പക്ഷേ എന്നാലും നല്ല മസാല ഫ്ലേവറൊക്കെ വന്നിട്ട് ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും അല്ലെങ്കിൽ റൊട്ടി നാൻ സ്റ്റാർട്ടറായിട്ടും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ഡിഷ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും റനീ ശ്രീകൃഷ്ണയിലൊന്ന് സ്റ്റേ ചെയ്ത് നോക്കൂ. നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളിത് വീഡിയോ ഇടുന്ന സമയത്ത് എല്ലാവരും ചോദിക്കും എവിടെയാണ് നിങ്ങൾ നിന്നത്, അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയുമോ. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ കുറേ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ തന്നെ ഞാനിതൊക്കെ പറഞ്ഞു പോണത് കേട്ടോ. ഇനിയിപ്പോൾ കോൺടാക്ട് നമ്പറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ സ്ക്രീനിൽ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ കൊടുക്കുകയും ചെയ്യാം. അച്ഛൻ ചീസ് പനീർ ഊത്തപ്പാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെന്നെ ആലോചിച്ച് നോക്കൂ, ഒരു വെറൈറ്റി അല്ലേ. ഞാൻ എവിടെയും കണ്ടിട്ടില്ല ആ ഒരു ഡിഷിലുള്ള പനീർ ഊത്തപ്പൊന്നും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നുണ്ട്. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊരു ചെറിയ പോർഷൻ എടുത്തു. മുത്തശ്ശിക്ക് നെയ് റോസ്റ്റ് മതി എന്നാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിന്നൊക്കെ ഓരോന്ന് കുറച്ച് കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുത്തശ്ശിക്ക് വെളുത്തുള്ളി അത്ര ഇഷ്ടമില്ലല്ലോ, അപ്പോൾ അങ്ങനത്തെ ഫുഡൊന്നും ട്രൈ ചെയ്യാറില്ല. അമ്മ എന്താ വാങ്ങിയത്, ചില്ലി ഗോബി ഡ്രൈയും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും ആണ് വാങ്ങിയത്. മാളു ന്യൂഡിൽസാണ് വാങ്ങിയത്. കാരണം ഞാൻ മാളൂരുടെ അടുത്ത് പറഞ്ഞു മാളു കുറച്ച് ന്യൂഡിൽസ് ബാക്കി എനിക്ക് തന്നാൽ മതി കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാളുവിന് അത് ഞാൻ വീഡിയോ എടുക്കുകയാണല്ലോ, അപ്പം മാളുവിന് അത് സെർവ് ചെയ്യാൻ പറ്റണില്ല. ഇവിടുത്തെ സെർവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൂടെ നിന്ന് നമുക്ക് എല്ലാം വേണ്ട എല്ലാവിധ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുമായിരുന്നു കേട്ടോ. പിന്നെ അമ്മാവൻ വീറ്റ് പൊറോട്ടയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരു സ്പെഷ്യൽ കോമ്പിനേഷൻ ആയിട്ടുള്ള അപ്പം ആൻഡ് ഇളനീർ സ്റ്റൂ ആണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സംഭവം ഞാൻ അവിടെ കണ്ടപ്പോൾ തന്നെ ഞാനിത് ഓർഡർ ചെയ്യണം, ഇതൊന്ന് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചു. 4 പീസ് ഉണ്ട് കേട്ടോ ആ ഒരു സെറ്റിൽ. ശരിക്കും ഇത് 2 പേർക്ക് കഴിക്കാനുള്ള പോർഷൻ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ആലോചിക്കാം ഇളനീരും കൊണ്ട് എങ്ങനെയാണ് സ്റ്റൂ ഉണ്ടാക്കുക എന്നുള്ള കാര്യം. അത് ഉഗ്രനായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അമ്മാവൻ ആലു പൊറോട്ടയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ മഷ്റൂം മസാലയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്രീമി ആയിട്ടുള്ളത്. നമ്മൾ ഈ ദോശ ഇഡലി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കഴിച്ച് മടുത്തുമല്ലോ. നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ സൈഡിലുള്ള ഹോട്ടൽസിലൊക്കെ അധികവും അങ്ങനെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇളനീറിൻ്റെ സംഭവം എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതും സെർവ് ചെയ്യുന്ന രീതി നല്ല ഭംഗിയാണ്. ഇളനീരിൻ്റെ ആ ഒരു നമ്മൾ ഇളനീരില്ല, ഇളനീരിങ്ങനെ പൊളിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു സ്റ്റൂ വെച്ച് നിറച്ചിട്ട് പിന്നെ ഇളനീർ കാമ്പും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു മധുരം, ഒരു എരിവ്, കുരുമുളകിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് അങ്ങനെയൊക്കെ ആ ഒരു പോർഷനിലായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അമ്മ മിണ്ടാതിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അമ്മയ്ക്ക് എത്രയാണെന്നുണ്ടെങ്കിലും ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചില്ലി ഗോപിയാണ് കൂടുതൽ ഇഷ്ടം. ന്യൂഡിൽസും അതുപോലെ തന്നെ ഇഷ്ടമാണ്. ഇങ്ങനത്തെ വെറൈറ്റി ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. മുത്തശ്ശിക്കാണ് പിന്നെ മുത്തശ്ശി ജസ്റ്റ് ഒരു വായ മാത്രമേ അങ്ങനെയൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. എന്നാലും അത് ടേസ്റ്റ് നന്നായിട്ട് പറയും. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ട് എന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് എന്നോട് പറയും ചെയ്യും കേട്ടോ. എന്നോട് പറയായിരുന്നു അമ്മോ ഈ ഹോട്ടലിലെ ഫുഡുകളൊക്കെ നല്ല രസമുണ്ടല്ലേ, വെറൈറ്റി ആയിട്ടുണ്ട് അമ്മ എപ്പോഴും പറയണ പോലെ എന്ന് പറയുമായിരുന്നു കേട്ടോ. പിന്നെ ഒരു പ്ലേറ്റ് നിറച്ച് നമ്മൾ ഫ്രൂട്ട് സലാഡ് എന്നുള്ള രീതിയിൽ കട്ട് ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവർക്ക് കുട്ടികൾക്ക് വേണ്ടി മാത്രം ഇതിൽ വലിയൊരു കുട്ടിയുണ്ട് കേട്ടോ, ഫലൂദ കുട്ടൻ. അച്ഛന് ഫലൂദ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫലൂദയും പൈനാപ്പിൾ ജ്യൂസ് എടുത്തിരിക്കുന്ന കാര്യം ഞാൻ എപ്പോഴാട്ടോ കണ്ടത്. കുട്ടികൾക്ക് 2ആൾക്കും ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവർ ആയിട്ടുള്ള ഐസ്ക്രീമാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും നിങ്ങൾ ഫാമിലി ആയിട്ട് ഇതേപോലെ കുട്ടികളൊക്കെ കൊണ്ട് ഗുരുവായൂർ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും റനീ ശ്രീകൃഷ്ണ എന്നുള്ള നമ്മൾ ഈ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്ത് നോക്കൂ. ഇത് അടിപൊളിയാണല്ലോ എന്നുള്ള കാര്യം നിങ്ങളും പറയും. അമ്പലത്തിലൊക്കെ പോയി വന്നു, ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് വന്ന് മേലെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ ഇനി കിടക്കാൻ പോയി. ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, നാളെ കാണാം. നാളെ മമ്മിയൂര് പോകണം വിചാരിക്കുന്നുണ്ട്. നേരത്തെ എന്തായാലും നാളെ നീക്കണം. ഇപ്പൊ തന്നെ നേരം പോയാൽ 12 കഴിഞ്ഞു. ഇത്ര ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. ആയിക്കോട്ടെ, ഓടണ. അപ്പൊ എന്തായാലും നല്ല റൂമിലൊക്കെ നല്ല സുഖമായിട്ട് ഇനി എല്ലാവരും ഉറങ്ങുകയായി. ഇപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.